കേരള സമൂഹത്തിൽ ജോൺ ബ്രിട്ടാസിനെ മുന്നേ ആക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ കാര്യമുണ്ടോ? കാരണം ആ PM ശ്രീയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടനിലക്കാരനായിരുന്നു. അത് സാറെങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഒന്ന് ജോൺ ബ്രിട്ടാസിനെ മുന്നേ ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജോൺ ബ്രിട്ടാസ് അർഹിക്കുന്നുണ്ട്. സുരേഷ് ഗോപിനെ മുന്നേ ആക്കാൻ മൂപ്പർ ശ്രമിച്ചത്. മൂപ്പർക്ക് അതിൻ്റെ ഓരോ ആവശ്യമില്ല. സുരേഷ് ഗോപി മുന്നേ അല്ലാന്ന് എന്നെക്കാട്ട് നന്നായിട്ട് അറിയുന്ന ആളാണ് ജോൺ ബ്രിട്ടാസ്. അവരെ നല്ല ബന്ധമൊക്കെ മുമ്പുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെ സുരേഷ് ഗോപിയുടെ സുഭാൻ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നല്ല ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആവർത്തിച്ച് സുരേഷ് ഗോപിനെ മുന്നാന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് അത് തിരിച്ചു കിട്ടുന്ന അത്ഭുതമൊന്നുമില്ല. അത് ഇങ്ങനെ കർമ്മത്തിൻ്റെ ഒരു കളിയാന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ അത് ആ വഖഫുമായി ബന്ധപ്പെട്ടാണ് മുന്നേ എന്ന് വിളിച്ചത്. വഖഫുമായിട്ട് ബന്ധപ്പെട്ടും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടും എമ്പുരാനായിട്ട് ബന്ധപ്പെട്ടും താരതമ്യത്തിൽ. പക്ഷെ ഇപ്പോൾ മുസ്ലിം ലീഗാണ് പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തെ മുന്നേ ചിത്രീകരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ, അല്ല, ജോൺ ബ്രിട്ടാസ് മുന്നേ ഒന്നല്ല. ജോൺ ബ്രിട്ടാസ് വളരെ കൃത്യമായിട്ട് കേരളത്തിന്റെ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ പാര വെക്കാൻ അങ്ങനെ തയ്യാറല്ല എന്നുള്ളത്. ഇവിടെ ഈ വിവരമില്ലാത്തവന്മാരല്ലേ കിടന്ന് അടിക്കുന്നത്. ഏത് മോഡി, RSS, VPM, പിണറായി വിജയൻ അടിക്കുന്ന വിവരമില്ലാത്തവന്മാരല്ലേ. ഈ വിവരമില്ലാത്തവന്മാർ വരെ KSRTC ബസ് പോകുന്നത്, ഇവരൊക്കെ വീട്ടിൽ ശമ്പളം എത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ കേന്ദ്ര സംസ്ഥാനം ഏകോപിച്ച് പ്രവർത്തിക്കുന്നുണ്ടാണ്. കേരളം സ്വന്തം പരമാധികാര റിപ്പബ്ലിക് ഒന്നല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് കേരളം തമ്മിൽ നല്ല ബന്ധം നിലനിർത്തേണ്ടത് അവരെ ഒരേപോലുള്ള ആവശ്യമാണ്. മനസ്സിലായി? കേന്ദ്ര ഗവൺമെൻറ് ഒരേപോലുള്ള ആവശ്യം നമ്മുടെ ആവശ്യമാണ്. ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തൊരു സംഭവമാണ് ഈ ട്രാവൻകൂറിനെ ഇന്ത്യയുടെ ഭാഗമാക്കുക. അങ്ങനെ സത്യത്തിൽ അങ്ങനെ വലിയ ഭീഷണിയെ കണ്ടെങ്കിൽ ഇവിടെ ട്രാവൻകൂറിൽ അന്ന് തോറിയം നിക്ഷേപമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തോറിയം യുറേനിയത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ അറ്റോമിക് ഫ്യൂവലാണ്, റോ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മളെ കൈവിട്ട് പോയത് പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് പോകും, അല്ലെങ്കിൽ അമേരിക്കയിൽ സഖ്യം വരും. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഇത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്തൊരു പണിയില്ല. അതാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമാക്കുക. അതായത് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുക എന്നുള്ളത്, കേരളത്തിനെ അല്ലാതെ ട്രാവൻകൂറിനെ ഇന്ത്യയുടെ ഭാഗമാക്കുക എന്നുള്ളത് ജീവമാന പ്രശ്നമായിരുന്നു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരസ്പര ബന്ധത്തിനെ പുറത്താണ് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇവിടെ ആര് ഭരിച്ചാലും ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണമെങ്കിൽ ഒരു കാലത്ത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. പക്ഷെ പിണറായി സർക്കാർ വന്നപ്പോൾ തുടക്കത്തിൽ അത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ ഇങ്ങനെ യോജിച്ചു പോയത് കൊണ്ട് കേരളത്തിന് ഗുണമുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല? ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വൈകിയാണ് വിവരം ഉദിക്കുക എന്നുള്ളതിനൊരു കാരണം. ഇംഗ്ലീഷ് ഉദിച്ചപ്പോൾ കോൺഗ്രസിനാണ് പ്രശ്നം. അല്ല, കോൺഗ്രസിന് പ്രശ്നം ഉണ്ടാകില്ല. കോൺഗ്രസിന് പ്രശ്നം ഇതിന്റെ ഗുണം കേരളത്തിന് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികം പിണറായി വിജയനെ ഹൈലൈറ്റ് ചെയ്യും. ഇലക്ഷൻ ഇപ്പം തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ജലപാത ഒരുക്കി, റോഡുകൾ നന്നാക്കി, അതിദാരിദ്ര്യ വിമുക്തമാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് ഗുണം ചെയ്യും. അപ്പോൾ ആളുകൾ പെർഫോമൻസിനല്ലേ, ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. കോൺഗ്രസിന് പറ്റുന്ന അവസ്ഥ വെച്ചാൽ, കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതമൗലികവാദികളുടെ കയ്യിലുള്ള ഒരു ആയുധമായി പതുക്കെ മാറുന്നുണ്ട് BJP വിരോധം കൊണ്ട്. കോൺഗ്രസ് മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ് ആക്കി നിർത്തിയത് ഇവിടെയുള്ള ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ ഇപ്പം BJP പ്രിഫർ ചെയ്യുന്ന വിചാരിച്ചാൽ അവർ കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് റിസൾട്ട് നമ്മൾ കണ്ട BJP വിചാരിക്കാൻ സാധ്യത BJP തിരിച്ചടി കിട്ടിയത്. RSS അതുപോലെ തന്നെ കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ടിരുന്നത് ഒരു ഘടകമാണ് RSS. കോൺഗ്രസ് A ടീമും B ടീമും ആയിരുന്നു ആ കാലത്ത്. ഇപ്പം B ടീമും A ടീമുമാണ്, അത്രയേ ഉള്ളൂ. ആര് വയ്ക്കുമ്പോൾ RSSന്റെ കാര്യം നടത്താൻ അറിയാം. പിന്നെ ചിദംബരമൊക്കെ കയറി കളിച്ച് RSSനെ ഭീകര സംഘടന നോക്കിയപ്പോൾ RSS ആയിട്ട് പണിഞ്ഞതാണ്. മോഡിയുടെ ഒരു സ്റ്റേറ്റാണ് നദ്ദ വന്ന RSSന്റെ സഹായം ഇനി ആവശ്യമില്ലാന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പണിഞ്ഞാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ. അപ്പോൾ RSS ആണ് ഇവിടുത്തെ ഇല്ലുമിനാറ്റി RSS ആണ്. മനസ്സിലായില്ലേ? അപ്പം കോൺഗ്രസ് ഈ ദേശത്തിന് ഈ പറയുന്നതിൻ്റെ അതിന് ഈ മൈനോറിറ്റീസ് പറയുന്ന എല്ലാം മൈനോറിറ്റീസിലെ തീവ്രവാദ മതമൗലികവാദികൾ ഉണ്ടാക്കുന്ന ആശങ്കകൾ മൈനോറിറ്റീസിലെ ജനസാമാന്യത്തിൻ്റെ ഇടയിൽ വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തരത്തിൽ BJP വിരോധം കൊണ്ട് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് കോൺഗ്രസിന് എന്നാ നഷ്ടം? ഹിന്ദുക്കൾ കൈവിട്ട പിന്നെ ഇന്ത്യയിൽ കോൺഗ്രസ് എവിടെ? ഇന്ത്യയിൽ എന്തുകൊണ്ടാ കോൺഗ്രസ് തരാൻ തുടങ്ങി? ഹിന്ദുക്കൾ കൈവിടാൻ തുടങ്ങിയോട് കൂടിയിട്ട്. മനസ്സിലായില്ലേ? കേരളത്തിൽ ഹിന്ദുക്കൾ കൈവിടാൻ തുടങ്ങിയ വെച്ചാൽ മുസ്ലിംസ് ആദ്യം ഒരു പണി കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്ന് വെച്ചാൽ ഷബാനു കേസിൽ അതൊന്നാണ് അവിടെ അടി കിട്ടുന്നത്. ഷബാനു കേസിൽ മുസ്ലിം അനുകൂലമായിട്ട് തീരുമാനത്തിൽ അദ്ദേഹം വിചാരിച്ചു, രാജീവ് ഗാന്ധി വിചാരിച്ചു മുസ്ലിങ്ങളെ വോട്ട് കിട്ടും. ഇവരെന്ത് ചെയ്തു? അവനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയോധ്യ തുറന്നു കൊടുത്തു. അതോടുകൂടി മുസ്ലിംസ് എന്ത് ചെയ്തു? മുസ്ലിംസ് കോൺഗ്രസിനെതിരെ കിഷൻഗഞ്ചിൽ നടന്ന ഇലക്ഷനിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചു. അതിനുശേഷം ഇതുവരെ UP-യിലും ബീഹാറിലും കോൺഗ്രസ്
നിലനിർത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ അങ്ങനെ മുസ്ലിംസിനെ പ്രകടിപ്പിക്കാൻ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഹിന്ദുക്കളെതിരായി. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും ശത്രുക്കൾ മാത്രമായി കോൺഗ്രസ്. എന്നാണ് കോൺഗ്രസ് ഇടുന്നൊരു ഇപ്പോൾ ആ ഒരു അതിൻ്റെ അവസാന ലാപ്പിലാണ് കോൺഗ്രസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സാർ, ആ ദേശീയ രാഷ്ട്രീയത്തെ സൂചിപ്പിച്ചു. കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ? അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. കേരളത്തിൽ ഇത് തന്നെയാണ് ഇപ്പം കോൺഗ്രസിന് പറ്റുന്നത്. എല്ലാ കാലത്തും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവണം. ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ CPM-മാർ ഈ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നടന്നിരുന്നു. ഇപ്പോഴും BJP വന്നതിന് ശേഷവും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? BJP വന്നതിന് ശേഷം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ ഈ BJP ഒന്നും മേടിക്കാതിരിക്കുന്നില്ല, ചോദിക്കാതിരിക്കുന്നില്ല, കൊടുക്കാതിരിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാണ് PMC പദ്ധതി എന്ന് പറയുന്നത്. PMC പദ്ധതി ഇപ്പം നവോദയ വന്നപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എതിർത്തിട്ടില്ലേ? എന്ത് സർവശിക്ഷ അഭിയാൻ വന്നപ്പോൾ എതിർത്തിട്ടില്ലേ? അല്ലാതെ കേരളത്തിന്റെ രീതിയാണോ എന്ത് വന്നാലും വിമർശിക്കുക? എന്തിനാണ് കുറ്റമില്ലാത്തത്? നീ 10 കിലോ അരി നിനക്ക് മോഡി വെറുതെ തന്നു. അപ്പം നീ ഒരു ഉരുള ചോറ് കൂടുതൽ കഴിക്കും. ആ ചോറ് കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും. കൊളസ്ട്രോൾ അല്ല, ഈ എന്താ കൂടെ ഫാറ്റ് കൂടും. അപ്പം അതിന് വേണം മോഡിനെ വിമർശിക്കുക, ആളുകളെ ഭക്ഷണം കൊടുത്തു കൊല്ലുക എന്ന് വേണേൽ പറയാം. അത് ആ രീതിയിലുള്ള വിമർശനമായിട്ട് കണ്ടാൽ മതി. അവസാനം എന്ത് ഇതൊക്കെ സ്വീകരിക്കുന്നതിന് ഒരു മടിയില്ല. കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് കരയുകയും ചെയ്യും. അപ്പോൾ ഇതിപ്പം പണ്ടത്തെ CPM-മാർക്ക് ബോധം ഒതുക്കാൻ കുറച്ചുകൂടി സമയം എടുക്കേണ്ടി. ഇപ്പോൾ അതില്ല. ഇപ്പം ഈ പ്രത്യയശാസ്ത്രം അസ്കിത ഇല്ലാത്തതുകൊണ്ട് ബോധം പെട്ടെന്ന് വരുന്നുണ്ട്. അങ്ങനെ ഗുണമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ PMC പദ്ധതി പോലെയുള്ള പദ്ധതികളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ പറയുന്നത് പോലെ CPIക്ക് വേറെ പണിയുണ്ടോ? CPIക്ക് ഈ പറയുന്ന മാതിരി ചത്തിട്ടില്ല എന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കണം. ആരെങ്കിലും കുറ്റം പറയണം. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് മോഡിനെ കുറ്റം പറഞ്ഞാൽ. എന്നാൽ ഈ വോട്ടൊക്കെ കിട്ടുമോ? അതേ ഇല്ല. വോട്ട് ചെയ്യാൻ സമയത്ത് വരുന്ന 3 സീറ്റിൽ CPI നിയമസഭയിൽ മത്സരിക്കുന്നുണ്ട്. ഇവിടെ മലപ്പുറത്ത് ഒരു സ്ഥലത്തെങ്കിലും BJP ജയിച്ചിട്ടുണ്ടോ? അല്ല, സോറി, CPI ജയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. വോട്ട് ചെയ്യുന്ന സമയത്ത് അവർ ലീഗിനെ വോട്ട് ചെയ്യുള്ളൂ. മാത്രമല്ല, ഇവർ ഈ മുസ്ലിം സമുദായത്തെ പിന്നോട്ട് അടുപ്പിക്കുകയാണ്. ഇതിനൊക്കെ എതിർത്തിട്ട് ഒരു മോഡിനെ RSSനെ ശത്രുവായി കണ്ട് അവിടെ നിർത്തിയിട്ട് അവൻ്റെ ശത്രുവായി കാണാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ കാരണങ്ങൾ പതുക്കെ ഇപ്പം RSS തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ പണ്ടത്തെ സ്ഥാനം വെച്ചുകൊണ്ട് വിമർശിക്കുകയും കോൺഗ്രസ് ഇത് ഏറ്റുപിടിക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിം സമൂഹം ആണ് ഒറ്റപ്പെട്ടു പോകുന്നത്. BJP വിരോധം കൊണ്ട് ഇവരെ ഒന്നുമായിട്ട് സഹകരിക്കാതെ പോവുക. അവസാനം ഈ സമൂഹം പിന്നെയും പിന്നോക്കം പോവുകയും ചെയ്യും. പിന്നോക്കം പോകുമ്പോൾ ദാരിദ്ര്യത്തിന് കഷ്ടപ്പാടുന്ന കൂടുതൽ തീവ്രവാദികളുണ്ടാവും. ഈ കഷ്ടപ്പാട് ദാരിദ്ര്യം കണ്ടിട്ട് ഈ ഉണ്ടുപടുത്ത കുടുംബത്തിൽ നിന്ന് എല്ലാവരും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന വന്നിട്ട് വൈറ്റ് കോളർ ടെററിസം ഉണ്ടാവും. ഇത് പരസ്പരം കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ആ രീതിയിൽ ഒരു സർവനാശത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളാണ്. അവരുടെ ഏറ്റുപിടിക്കേണ്ട ആവശ്യം കോൺഗ്രസിന് ഇല്ലല്ലോ. ആ വിട്ടാസ് വന്ന് ശരിയാകും. സംസ്ഥാനത്തിന് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ പാര വെക്കുന്നില്ല എന്നുള്ളത് നല്ല സമീപനമാണ്. അതിൻ്റെ പുറത്ത് മുന്നാന്ന് വിളിക്കാനേ വിളിച്ചോട്ടെ. ആ മുന്നകളാണ് മുന്നാന്ന് വിളിക്കുന്നത്. അന്ന് സുരേഷ് ഗോപിനെ മുന്നാന്ന് വിളിച്ചപ്പോൾ മുന്നേ ശരിക്കും ജോൺ ബിട്ടാസ് ആയിരുന്നു. ഇന്ന് ബിട്ടാസിനെ മുന്നാന്ന് വിളിക്കുമ്പം ഈ വിളിക്കുന്നവരാണ് മുന്നാൾ. അവരാ സമൂഹത്തെ ഒറ്റ കൊടുക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ കൃത്യമായി വികസനം കൊണ്ടുവരാൻ കേന്ദ്രത്തിൽ നിന്നും വികസനം കേരളത്തിൽ എത്തിക്കാൻ പിണറായി സർക്കാരിന് കഴിയുന്നുണ്ട്. ചില വിട്ടുവീഴ്ച അല്ല ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ടല്ലോ. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ വന്നതെന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഒരു രാഷ്ട്രീയ വിമർശനം അങ്ങോട്ട് ഉയർത്തും. കാരണം ഒരു ഗവൺമെന്റിന് പൂർണ്ണമായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഭരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ അസംതൃപ്തരെ തൃപ്തിപ്പെടുത്താൻ ചില വിമർശനങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ചില വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ നടത്തുന്നു എന്ന് ചോദിച്ചാൽ പൊതുവെ നല്ല ബന്ധമാണ്. പിന്നെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. CPI ഇവിടെ എന്തെങ്കിലും റെലവൻസ് ഉള്ള പാർട്ടിയാണോ? പക്ഷെ കുറച്ചു നാളെങ്കിലും ആ പദ്ധതി തടയാൻ കഴിയുന്നു. അത് നോക്കിക്കോ. അതിനിപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ പിണറായി പണി കൊടുക്കാനാണ് സാധ്യത. CPIയുടെ സ്വഭാവത്തിന് ആളുമില്ല. ഈ നടത്തുന്ന എന്തെങ്കിലും ഈ നടത്തി ഓടിച്ചുണ്ടെന്ന് പിണറായിക്കല്ലേ ഇതിന് ബുദ്ധിമുട്ട് അറിയുള്ളൂ. അത് നമ്മൾ കാലിന് പിടിച്ച് വലിച്ചാൽ എന്ത് ചെയ്യും? എന്നാൽ 4 ആളെ നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങളെ കൂടെ കൂട്ട്. മുസ്ലിം ലീഗിന് SDPIക്കും കിട്ടുന്ന കുറച്ച് വോട്ട് നിങ്ങളെ കൂടെ കൂട്ടിത്താ. അത് ചെയ്യുന്നില്ലല്ലോ, കൂടുന്നില്ലല്ലോ. CPM-ന്റെ റഫലല്ലേ ജയിക്കുന്നത്. അതാണ് പ്രശ്നം. അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. അത് മലപ്പുറത്ത് പോയിട്ട് മലപ്പുറത്തോ കോട്ടക്കലൊക്കെ ജയിച്ച് കാണിക്കും. CPI ആണല്ലോ ഇപ്പം ഭയങ്കര ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുതിരേൻ്റെ പുറത്ത് കടിക്കുന്ന ചെള്ളിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ LDF CPI. ഈ ചെള്ള് കടിക്കുന്നതുകൊണ്ട് കുതിരയ്ക്ക് മര്യാദയ്ക്ക് ഓടാനും പറ്റിയല്ല. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ അതിൽ കാര്യമില്ല. ബിട്ടാസ് ആക്കാടുത്ത് ഇത് നല്ല കാര്യം. ബിട്ടാസ് അല്ല മുന്ന. ബിട്ടാസിനെ മുന്നാന്ന് വിളിക്കുന്നവരാണ് മുന്ന.
മുന്നേ എല്ലാം മൊണ്ണ ഓടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.